വീഡിയോയിലേക്ക് സ്വാഗതം. സുഖമല്ല എല്ലാവർക്കും? എല്ലാവരും സുഖമായിട്ടിരിക്കും വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയ ഒരു ദിവസമാണ്. വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇന്ന് നമ്മൾ വന്ദേ ഭാരതിലാണ് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് അതിൽ. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പം നമ്മളിതാ സമയമായി 8:30 നമ്മളെ നോർത്ത് നിന്ന് മെട്രോ കയറിയിട്ട് അങ്ങോട്ട് പോകണം. അപ്പോൾ ഇറങ്ങുകയാണ്. വിശേഷങ്ങളൊക്കെ വഴി കാണാം കേട്ടോ. എവിടെയോ ഒന്ന് ഞാനും എൻ്റെ വീട്ടിൽ പോകുന്നപ്പോൾ കുറേ സ്ഥലത്തായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ അല്ലേ. നമ്മളിത് വൈറ്റിലെ മെട്രോ എത്തി. ഇനി ഇവിടുന്ന് എങ്ങോട്ട് നോർത്തിലേക്ക്. എനിക്കുണ്ട്, ഞാൻ കാർഡ് പൈസ എടുത്തോളും. വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല, പിന്നെ വേഗം എത്തിക്കോളും. ഇവിടെ ശരിയാക്കിയ അഖിലിൻ്റെ ഷർട്ട് എങ്ങനെയുണ്ട്? നമ്മൾ ട്രെൻഡ്സ് ഒന്ന് വാങ്ങിച്ചതാപ്പാ. ഇങ്ങോട്ട് നോക്കിയേ, നല്ല രസമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മളങ്ങനെ സ്റ്റേഷനിലെത്തി കേട്ടോ. സ്റ്റേഷനിലെത്തിയപ്പോൾ എനിക്കങ്ങ് വിശന്ന്, നേരത്തെ വിശക്കുന്നുണ്ട്. സ്റ്റേഷനിലെത്തിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു സ്നാക്കൊക്കെ കഴിച്ച് പല്ലേച്ചാൽ പിന്നെ ഭയങ്കര വിശപ്പാണ്. ഇനി പിന്നെ വന്ദേ ഭാരതിലേക്ക് കയറിയിട്ടേ ഫുഡും കിട്ടുള്ളൂ. അതാണ് വേറൊരു പ്രശ്നം. അങ്ങനെ നമ്മളൊരു 1/4 മണിക്കൂർ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് സമയമൊന്നും കാത്തിരിക്കാൻ വയ്യാന്ന് വിചാരിച്ചിട്ട് ആ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ വന്നത്. നമ്മളാണെങ്കിലോ അന്ന് C1 ഏറ്റവും ഫസ്റ്റ് ബോഗി നിർത്തുന്നിടത്താണ്. അപ്പോൾ ഇങ്ങനെ അങ്ങറ്റം വരെ നടക്കുകയും വേണം. അവിടെ പോയി ഒരു 10 മിനിറ്റൊക്കെ കാത്തിരുന്നപ്പോഴത്തേക്കും നമ്മൾ വന്ദേ ഭാരത് എത്തി കേട്ടോ. അങ്ങനെ സ്റ്റേഷനിലെത്തിയപ്പോഴത്തേക്ക് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നിറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് വന്ദേ ഭാരത് വരുന്നതുകൊണ്ട് നല്ല ആൾക്കാർ അതിൽ കയറാനായിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്ന ട്രെയിൻ ആയതുകൊണ്ട് അതിലും അത്യാവശ്യം ആൾക്കാരുണ്ടാവും. നമ്മൾ ഇത് ട്രെയിൻ ബുക്ക് ചെയ്തത് കുറച്ച് മുന്നേ ആണ്. അതായത് 1 മാസം മുന്നേ ആയിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയമാണ് രണ്ടാൾക്ക് ഒരുമിച്ച് അങ്ങ് സീറ്റ് കിട്ടിയത്. ഒരുമിച്ച് അല്ലെങ്കിൽ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്നെല്ലാം വിചാരിച്ചതാണ്. പക്ഷെ നമുക്ക് ഒരുമിച്ച് തന്നെ സീറ്റ് കിട്ടുകയും ചെയ്തു. അപ്പോഴത്തേക്ക് C1, അതായത് ഫസ്റ്റ് ബോഗി തന്നെ കിട്ടിയത്, അതായത് ഈ പോകുന്നൊരു ബോഗി. അപ്പം അവിടെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ട്രെയിൻ ആപ്പ് ഉള്ളതുകൊണ്ട്, വേറെസ് മൈ ട്രെയിൻ ആ ആപ്പ് ഉള്ളതുകൊണ്ട് ഒരു പ്രശ്നമില്ല. സുഖമായിട്ട് നോക്കുക എവിടെ ട്രെയിൻ ഉള്ളത് എന്നൊക്കെ. പിന്നെ തിരക്കാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നോക്കി അങ്ങ് കയറിയാൽ മതി, മെല്ലെ കയറിയാൽ മതി. ഇത് ഓട്ടോമാറ്റിക് ഡോറാണ്. നമ്മളവിടെ പോയി നിന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് തുറന്നു വരും. പിന്നെ കയറാൻ ഇച്ചിരി കാലെടുത്ത് പൊന്തിക്കണം. അത്രയും ഹൈറ്റിൽ കാലെടുത്ത് പൊന്തിക്കണം. ബാക്കി താഴെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ കുത്തനെയാണ് ഉള്ളത്. കുറച്ച് ഇതിൻ്റെ നമ്മൾ പ്ലാറ്റ്ഫോമിൻ്റെ അടുത്തായിട്ടില്ല. അപ്പോൾ അവിടെ കാല് വെക്കാൻ എന്തായിട്ട് പറ്റില്ല. നേരെ മുകളിലേക്ക് തന്നെ കാല് വെക്കേണ്ടത്. അങ്ങനെ നമ്മൾ കയറി ഏറ്റവും ലാസ്റ്റ്, അതായത് ലോക്കോ പൈലറ്റിന് തൊട്ട് മുന്നത്തെ സീറ്റ് തന്നെയാണ് കേട്ടോ. അവിടെയാണ് നമുക്ക് 3-4 എന്ന് പറഞ്ഞ വിൻഡോ സീറ്റും ഉണ്ട്. പക്ഷെ നമ്മൾ വിൻഡോ ഭയങ്കര കുഞ്ഞതായിപ്പോയി. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ കയറി 5 മിനിറ്റ് കൊണ്ട് അത് വിടുകയും ചെയ്തിന്. ഭയങ്കര ഫാസ്റ്റാണ്. കറക്റ്റ് ടൈമിനെത്തി, കറക്റ്റ് ടൈമിന് വിട്ട്, എല്ലാം കറക്റ്റ് ടൈം തന്നെ. അങ്ങനെ നമ്മൾ വന്ദേ ഭാരത് വിട്ടപ്പാട് അവർ ആദ്യം തിന്നത് വെള്ളമാണ് കേട്ടോ. ഫുഡ് കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം വിട്ടപ്പാട് ഇങ്ങനെ മെല്ലെയാണ് പോകുന്നത്, അത്രയ്ക്ക് മെല്ലെയാണ് പോകുന്നത്. കാരണം സ്റ്റാർട്ടിങ് തന്നെ സ്പീഡ് എടുക്കാൻ പറ്റില്ലല്ലോ. മെല്ലെ പോയി പെട്ടെന്ന് ഒരു പോയിന്റിലെത്തുമ്പോഴാണ് സ്പീഡ് കൂടുന്നത്. പിന്നെ എല്ലാ സ്റ്റേഷനൊന്നും സ്പീഡില്ല. മീൻസ് റെയിൽവേൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ചിട്ട് ഓരോയിടത്തുനിന്നും സ്പീഡ് ഇങ്ങനെ മാറി വരുന്നുണ്ടായിരുന്നു. പക്ഷേ വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ വന്ദേ ഭാരതിൽ കയറുമ്പോൾ. പ്രത്യേകിച്ച് നമ്മൾ വിൻഡോ സൈഡാണ് ഏറ്റവും വലിയ എക്സ്പീരിയൻസ്. അത് ഇത്ര വലുതായിട്ടുണ്ടാകുമ്പോൾ നമുക്ക് എങ്ങനെ ആയാലും അടിപൊളിയായിരിക്കും അല്ലേ. നമ്മൾ ബാക്കിയുള്ള ട്രെയിനിലെല്ലാം ഇരിക്കുമ്പോൾ ജസ്റ്റ് നമ്മൾ വിൻഡോ പൊന്തിച്ച് അതിലിങ്ങനെ ജനാലയിലിങ്ങനെ കമ്പിയൊക്കെ ആയിട്ട് നമുക്ക് അത്രയും ആസ്വദിക്കാൻ പറ്റാറില്ല. പക്ഷേ ഇത് ഇവിടെ ഫുൾ ഗ്ലാസ് ആയതുകൊണ്ട് അത്രയ്ക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഫുൾ സീനറി ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നത് തന്നെ അടിപൊളിയാണ്. നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴായാലും അല്ലെങ്കിൽ ചുമ്മാ ബോറടിച്ചിരിക്കുമ്പോഴായാലും എന്തോ ആയിക്കോട്ടെ, ഇങ്ങനെ കാണുന്നത്
അത്രയ്ക്ക് അടിപൊളിയായി. ഏറ്റവും എനിക്കൊരു പ്രശ്നം തോന്നിയത് ഇതുപോലത്തെ ലാസ്റ്റ് സീറ്റ് കിട്ടുമ്പോൾ ഒരു പ്രശ്നം, മിഡിൽ സീറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ വിൻഡോ ആയിരിക്കും, ഇങ്ങനെ അങ്ങ് വരെയുള്ള ഒരു റെക്റ്റാങ്കിൾ വിൻഡോ. പക്ഷേ ഇങ്ങോട്ട് ലാസ്റ്റ് ആയതുകൊണ്ട് കാണുന്ന പോലെ തന്നെ ഒരു കുഞ്ഞ് സ്ക്വയർ വിൻഡോ ആയിപ്പോയി. പക്ഷെ കുഴപ്പമൊന്നുമില്ല, മാക്സിമം ഞാൻ എൻജോയ് ചെയ്തു. ആദ്യമായിട്ട് കയറുന്ന നല്ല എക്സൈറ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മൾ ഏതൊരു സാധനത്തിലും ആദ്യമായിട്ട് കയറുമ്പോൾ അങ്ങനെയാണല്ലോ. പിന്നെ ഇതിൻ്റെ സ്പീഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ട്രെയിൻ പോലെ ഒന്നല്ലല്ലോ, നല്ല സ്പീഡിൽ ഇങ്ങനെ ഓരോ സാധനങ്ങളെ കണ്ണിങ്ങനെ മാഞ്ഞു പോവാൻ. നമ്മൾ സ്പീഡ് ഇടൊന്നും ആവശ്യമില്ല. ഇരുന്ന് കഴിക്കുമ്പോൾ തന്നെ ഓരോ സ്റ്റേഷൻ എടുക്കുന്നത് 1 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂർ, അത്രയും ഡിഫറൻസ് സമയത്തിൻ്റെ ഇതാണ് കേട്ടോ അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് തീരെ ബോറടിക്കുന്നില്ല, ക്ഷീണമാവുന്നില്ല, ഒന്നുമില്ല. എ സി ഉള്ളതുകൊണ്ട് പിന്നെ ചൂടും തീരെ അറിയുന്നില്ല. വലിയ എ സി ഒന്നും ഇല്ല കേട്ടോ, കാരണം നോർമലായിട്ടുള്ള നമ്മളെ ബോഡി ടെമ്പറേച്ചറിനൊക്കെ പറ്റിയ എ സി തന്നെയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് എന്താ പറയുക, അത് സെൻസർ വെച്ചിട്ട് കൂടും കുറയൊക്കെ ചെയ്യുന്നതാണ്, ഓട്ടോമാറ്റിക്കാണ്. അതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. ആ ചൂടിൻ്റെ ലെവൽ അനുസരിച്ചിട്ട് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പം നല്ല സുഖമായിരുന്നു അതിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ടി ടി ഒക്കെ വന്നു, എല്ലാം ചെക്ക് ചെയ്യാൻ തുടങ്ങി. വന്ദേ ഭാരതിൽ വെറുതെ കയറാൻ പറ്റില്ലല്ലോ, എല്ലാവരും ടിക്കറ്റ് എടുത്തിട്ടാണ് കയറുന്നത്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ പേര് മാത്രം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും അവർക്ക് ക്ലിയറായിട്ട് ക്ലാരിഫൈ ആവും. നമുക്ക് വന്ദേ ഭാരതിൻ്റെ ഉള്ളിലൊന്ന് കാണാം അല്ലേ. നല്ല എന്താ പറയുക, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള, തീരെ കൺജസ്റ്റ് ഒന്നും അല്ലാത്ത നല്ലൊരു സ്പേസ് ആയിട്ടുള്ളൊരു ബോഗി. അപ്പം കയറിപ്പാട് ഇത്ര സീറ്റ് കാണുന്ന ഒരു കുഞ്ഞ് ബോഗിയാണ്. ഇതിലെല്ലാം ഇങ്ങനെ തന്നെയാണ് ഈ ബോഗീസൊക്കെ വരുന്നത്. 2 ടൈപ്പ് ഓഫ് സീറ്റാണ് വന്ദേ ഭാരതിൽ വരുന്നത്. ഒന്ന് എക്സിക്യൂട്ടീവ് ക്ലാസ്സും പിന്നെ ചെയർ കാറും. നമ്മളിവിടെ ചെയർ കാറാണ് ബുക്ക് ചെയ്തത്, കാരണം എക്സിക്യൂട്ടീവ് ആവും ഇച്ചിരിയും കൂടെ എക്സ്പെൻസീവ് ആവും, പിന്നെ നമ്മൾ റൗണ്ട് കറങ്ങുന്ന കസേരയൊക്കെയാണ്. പക്ഷെ ഇത് നോർമൽ നമ്മൾ ചെയർ കാർ നമ്മൾ ബുക്ക് ചെയ്ത് പോകുന്ന ട്രെയിനിലൊക്കെ ഉണ്ടാവുന്നില്ല, അതേപോലെ തന്നെ. അപ്പം അതുപോലെ തന്നെ ഇതിവിടെ ഒരു പത്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും വെക്കേണ്ട ഒരു സ്പേസ് ഉണ്ട്. അവിടെ നിന്ന് ഞാൻ പത്രം എടുത്തത്. അപ്പോൾ റെയിൽവേ മെട്രോൻ്റെ പത്രമായിരുന്നു കേട്ടോ, മെട്രോ ട്രെയിനിൻ്റെ പത്രമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഫുഡ് വന്നു. അപ്പം ഞാനും വേഗം തുറന്നു, എനിക്ക് ഫുഡ് ഉണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ നോൺ വെജ് ഒരു സെക്ഷനായിട്ട് കൊടുക്കും, പിന്നെ വെജ് ഒരു സെക്ഷനായിട്ട് കൊടുക്കും, അങ്ങനെ ആയിരിക്കും അവിടെ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നോൺ വെജാണ് ഫസ്റ്റ് വെച്ചത്. അപ്പോൾ അത് അഗേട്ടിന് കൊടുത്തു. അപ്പം നമുക്ക് അഗേണ്ടയിൽ എന്തൊക്കെ ഉണ്ട് നോക്കാം. ഇത് വെജാണോ നോൺ വെജ് ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയുള്ള കേട്ടോ. ഒരു ചോക്കോ പൈൻ്റെ ബിസ്ക്കറ്റ്, പിന്നെ ഉഴുന്ന് വട, ഒരു ആപ്പിൾ ജ്യൂസ് ട്രോപ്പിക്കാനോൻ്റെ, അത് അടിപൊളിയാണല്ലോ. പരിപ്പേറിയ മുട്ടക്കറി, അതെല്ലാം മതി. പിന്നെ ഇടിയപ്പാറ്റായിരിക്കും, ചെറുങ്ങനെ തുറന്നാൽ മതി. ആയിത്തോ ഇടിയപ്പവും എന്തെങ്കിലും കേസരി. ചേട്ടൻ്റെ നോൺ വെജ് അടിപൊളി തന്നെ. അപ്പം അതെന്തത് ഇതെൻ്റെ കൂടെ ഉള്ളതല്ല കേട്ടോ, അടിപൊളി. ഇനി ഞാൻ നേരത്തെ തുറന്ന് വെച്ചില്ല. എന്തേ നോൺ വെജിലും അല്ല വെജിലും ട്രോപ്പിക്കാനും ഉണ്ടാവുമല്ലോ. അല്ല മുട്ടക്കറീൻ്റെ പകരം കടലക്കറി ഉണ്ടാവുമെന്ന് ഞാൻ കേട്ടത്. വെജിൽ കേട്ടതും മുട്ടക്കറീൻ്റെ പകരം കടലക്കറി. അപ്പോൾ എല്ലാവർക്കും നോൺ വെജ് കൊടുത്തിട്ട് എൻ്റെ വെജ് കിട്ടലുണ്ടാവുള്ളൂ. നമ്മളൊരു വെജും ഒരു നോൺ വെജോ പറഞ്ഞത്, കാരണം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. വെജോ നോൺ വെജോ ഏതായാലും കുഴപ്പമൊന്നുമില്ല, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഏതെല്ലാം 2 ട്രൈ ചെയ്തിട്ട് ഏതുണ്ടാവുമെന്ന് അറിയണമല്ലോ. അതുകൊണ്ടാണ് ഒരു നോൺ വെജും ഒരു വെജും പറഞ്ഞത്. അങ്ങനെ നമ്മളെ ഇങ്ങനെ പോവുകയും നമ്മളെ സീനറിയൊക്കെ എന്ത് മനോഹരമായിട്ടോ, എന്ത് രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഗ്ലാസ്സിലോട്ടൊക്കെ കാണാൻ മഴ വന്നാൽ വരെ പ്രശ്നമില്ല. മഴ വന്നാലൊക്കെ ട്രെയിൻ യൂസ് ചെയ്യുമ്പോൾ വന്ദേ ഭാരത് യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലത്. നമുക്ക് സുഖമായിട്ട് നമുക്ക് പോകാൻ പറ്റും. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്.
അത് കഴിഞ്ഞ് കുറച്ച് പാടിനപ്പാടിന് എൻ്റെത് വന്നു കേട്ടോ. എൻ്റെത് വെജായിട്ടാണ് എൻ്റെ വന്നത്. സെയിം സാധനം തന്നെ, എനിക്ക് ഒന്ന് ഇതിൽ മാത്രം വ്യത്യാസം. അപ്പോൾ എൻ്റെ ഫുഡ് സെയിം സാധനം തന്നെ, അടിയണ്ടയിലുള്ള പോലെ തന്നെ. ഇതാ ഒരു ചോക്കോ പൈൻ്റെ ബിസ്ക്കറ്റ്, പിന്നെ നമ്മൾ ട്രോപ്പിക്കാനുണ്ട് ആപ്പിൾ ജ്യൂസ്, പിന്നെ കേസരി തന്നെയായിരിക്കും വെജല്ലേ. പക്ഷെ കേസരി ഉണ്ടായില്ല പുറത്ത്. കേസരി അല്ല, ചമ്മന്തിയാണ് കേട്ടാ. നിനക്ക് വെജ് മാത്രം സാമ്പാറുണ്ട്, ചമ്മന്തി ഉണ്ട്, പിന്നെ ഇതാ ഒരു വടയുണ്ട്. ഒരു കുട്ടി കരയുന്നുണ്ട് കേട്ടോ, ചെറിയ ഒച്ചപ്പാടുണ്ട്. ഒരു ചെറിയ വട. ഇഡ്ഡലിയാണോ? ഇഡ്ഡലി ഇതൊന്നും കേട്ടോ. അതെ, ഇഡ്ഡലിയോ പിന്നെ ഇത് കേസരി ആയിരിക്കും. നമുക്ക് തുറന്ന് നോക്കാം. ഞാൻ പറയില്ലേ കേസരി. പിന്നെ നമുക്ക് സ്പൂണും സ്ട്രോവും. അപ്പം അടിപൊളിയാണ്. അഗീട്ടിന് ഇതാ വേണ്ടേ, വെജ് നോൺ വെജ്? അപ്പം ആയിക്കോട്ടെ. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരാം. അങ്ങനെ ഒരു 9:30 ആയപ്പോഴത്തേക്ക് നമ്മൾ ഫുഡൊക്കെ വന്നു കേട്ടോ. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അഗേട്ടിന് ഇടിയപ്പവും എനിക്ക് ഇഡലി കിട്ടിയത്. നോൺ വെജിൽ ഇടിയപ്പവും മുട്ടക്കറിയും, പിന്നെ നമ്മളെ കോമൺ സാധനം. വെജിൽ വരുന്നത് ഇഡലി, പിന്നെ എന്താ നമ്മളെ സാമ്പാറും ചമ്മന്തിയും, അതൊക്കെയാണ് വരുന്നത്. അപ്പോൾ സ്പൂൺ കൊണ്ട് കഴിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കൈ കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം, പക്ഷേ സ്പൂണൊക്കെ തന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെ കഴിക്കാമല്ലോ. അപ്പോൾ അഗയുടെ കഷ്ണം മുട്ടാന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നത്. പിന്നെ മോശമൊന്നുമില്ല കേട്ടോ, ഫുഡൊന്നും നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റെല്ലാം ഉണ്ടായിന്. പിന്നെ സാമ്പാറിൽ ആ ജീരകമാണ് കേട്ടോ, ആ കറുത്ത കളർ കരിഞ്ഞു പോയതായിരുന്നു. നമ്മൾ അടുക്കളയിൽ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കുഞ്ഞു പ്രശ്നം ഉണ്ടാവുമല്ലോ, അതന്നെ അവസ്ഥ. അപ്പോൾ ഇഡലിയും സാമ്പാറും ആദ്യം കഴിച്ചു നോക്കി, നല്ല ഉണ്ടായിരുന്നു. കോമൺ നമ്മൾ വീട്ടിലെല്ലാം ഉണ്ടാക്കുന്ന തേങ്ങ അരപ്പില്ലാണ്ട് വെറുതെ നമ്മൾ ഇതിട്ട് വെക്കൂലേ, പൊടിയിട്ട് വെക്കുന്ന സാമ്പാർ. അത് കഴിഞ്ഞിട്ട് ചമ്മന്തി അതുപോലെ തന്നെ. പിന്നെ കേസരി, വട എല്ലാം മോശമില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി എന്നൊന്നും പറയാൻ കഴിയില്ല, പക്ഷേ നോർമൽ ഒരു വന്ദേ ഭാരത് ബ്രേക്ക്ഫാസ്റ്റ് കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് അറ്റ് എ ടൈമൊക്കെ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. പിന്നെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ടിക്കറ്റിൻ്റെ കൂടെ എടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് വേണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്തോളൂ, അത് ഓരോ ആളിഷ്ടമാണ്. അപ്പം ഞാൻ വേഗം ഫുഡ് കഴിച്ചിട്ട് വരാം കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് വന്ദേ ഭാരതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടെ കാണാനില്ലേ, നേരത്തെ പതിക്കിട്ട് പോയതല്ലേ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന ടേബിൾ ഇങ്ങനെയാണ് കേട്ടോ. നമ്മളെ ചെയർക്കാറിലുള്ള പോലെ തന്നെ നോർമൽ ടേബിൾ തന്നെ, പക്ഷേ ഇതിന് കുറച്ച് വീതി കുറച്ചും കൂടെ കൂടുതലാണ്. നമുക്ക് ഇത്രയും കൂടെ അടുത്തേക്ക് നമുക്ക് വിളിക്കാൻ പറ്റും. ഇത്രയും വിളിക്കാൻ പറ്റില്ല, അധികം ഒന്നും വിളിക്കാൻ പറ്റില്ല കേട്ടോ. ഇങ്ങനെ തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടക്കാൻ പറ്റുമെന്നുള്ളത്. പിന്നെ ഇതാ നമ്മളെ പത്രം നേരത്തെ കാണിച്ച പോലെ തന്നെ അത് ഇതുപോലെ വൃത്തിക്കങ്ങ് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കാല് വെക്കുന്ന പെഡൽ, അത് എനിക്ക് അടിപൊളിയായി തോന്നി. ഞാൻ ആദ്യം വെച്ചപ്പോൾ വിചാരിച്ചു അയ്യോ ഇങ്ങനെയുള്ളൂ എന്ന്. അപ്പോൾ അതങ്ങനെയല്ല, അതിൻ്റെ ഒരു സൗണ്ട് ടക്ക് മാറും. നമുക്ക് 3 ഇതായിട്ട് വെക്കും. ഒന്ന് താഴത്തേക്കായിട്ട് വെക്കുക, പിന്നെ ഒരു ടക്ക് വരുമ്പോൾ അവിടെ സ്റ്റക്ക് ചെയ്യുക, പിന്നെ അടുത്ത ടക്ക് വരുമ്പോൾ അവിടെ സ്റ്റക്ക് ചെയ്യുക. അങ്ങനെ 3 ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് കാല് വെക്കേണ്ടത് അതനുസരിച്ചിട്ട് അതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാല് വെക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് കുപ്പി വെക്കാൻ പറ്റുന്ന 2 ഇത് വരുന്നുണ്ട്. ഇനി നമുക്ക് സീറ്റ് ബാക്കൗട്ട് ആക്കുന്നത്, അതായത് വലതുഭാഗത്ത് ഇരിക്കുന്നവർക്ക് നമ്മളെ വലതുഭാഗത്താണുള്ളത്, ലെഫ്റ്റ് സൈഡിലിരിക്കുന്നവർക്ക് ലെഫ്റ്റ് സൈഡിലാണ് ആ ഒരു ഇതുണ്ടാവുക, സ്വിച്ച് ഉണ്ടാവുക. അത് അമർത്തിയിട്ട് നേരെ പുറകോട്ടേക്ക് അങ്ങ് പുഷ് ചെയ്താൽ മതി. അഗിയേട്ടൻ പിന്നെ കയറിയപ്പാടിൻ്റെ ബുക്കൊക്കെ വായിക്കാൻ തുടങ്ങി. അഗിയേട്ടൻ ഭയങ്കര കംഫർട്ടായിട്ട് ഇരിക്കുന്നത്, എല്ലാവരും അതിൽ കംഫർട്ടായിട്ട് ഇരിക്കുന്നത്. നമുക്ക് സുഖമായിട്ട് ഉറങ്ങുമോ, ഇതുപോലെ ഇങ്ങനെ വയൽ കാഴ്ച വരുമ്പോൾ അത് കാണുക, അടിപൊളിയായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും.
നമുക്ക് പാട്ട് കേട്ടിരിക്കുകയാണെങ്കിൽ അതും ചെയ്യാം. എല്ലാം അടിപൊളിയാണ്. പിന്നെ വൈഫൈ ഉണ്ട് വന്ദേ ഭാരതിൽ, ഫ്രീ വൈഫൈ. പക്ഷെ നമ്മളതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇരിക്കുന്ന സ്പേസ്, അതായത് നമ്മളിപ്പം 2 സീറ്റഡിലാണ് ഇരിക്കുന്നത്. ഇതിൽ 3 സീറ്റഡും വരുന്നുണ്ട്, 2 സീറ്റഡും വരുന്നുണ്ട്. അതായത് കാർ ചെയറിലാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു സ്പേസ്, നമ്മൾ കാല് വെക്കുന്ന ഒരു സ്പേസ് നല്ല സ്പേഷ്യസ് ആയിരുന്നു. എനിക്ക് കാലിൻ്റെ മുകളിൽ കാലെടുത്ത് വെക്കാൻ പറ്റുന്ന സ്പേസ് വരെ ഉണ്ടായിരുന്നു. നമ്മൾ മറ്റേ ട്രെയിനിൽ ഇരിക്കുമ്പോൾ ഒരു കാല് വരെ പൊന്തിക്കാൻ പറ്റാത്ത സ്ഥലം ഉണ്ടാവും അല്ലേ. പക്ഷേ ഈ ട്രെയിനിൽ നേരെ ഓപ്പോസിറ്റായിട്ട് ഭയങ്കര സ്പേഷ്യസ് ആണ്. അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ലഗേജ് വെക്കാൻ പറ്റിയിട്ട് നല്ല വിശാലമായിട്ട് ഏരിയ ഉണ്ട്. അത്യാവശ്യം നല്ല വലിയ ലഗേജ് വരെ നമുക്ക് വെക്കാൻ പറ്റും. മുകളിൽ അത്രയും സ്പേഷ്യസ് ആട്ടോ. പിന്നെ നേരെ കാണുന്ന റെഡ് ഉള്ളത് എമർജൻസി ഇതാണ്, എമർജൻസി വിൻഡോ ആണ്. അത് ബ്രേക്കബിൾ ആണ്. അതിൻ്റെ അടുത്ത് തന്നെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി സാധനമുണ്ട്. ആ റെഡ് കളറിൽ ഇങ്ങനെ റൗണ്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ലൈറ്റ്, അതായത് റീഡിങ് ലൈറ്റ്, നമുക്കത് അവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അമർത്തി പിടിക്കുക അങ്ങനെയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക, അപ്പോൾ അത് ഓണാവും. റെഡ് ലൈറ്റാണ്, ടച്ച് ചെയ്തപാട് ഓണാവും. ജസ്റ്റ് ഒന്ന് ഇതായി അതങ്ങ് ഓഫാവും. അത് ഭയങ്കര ഈസി ആയിരുന്നു കേട്ടോ. എന്താ പറയുക, സ്ക്വയർ ടൈപ്പ് പോലെ ചെറുതായിപ്പോയി. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. ഇത് വേണ്ടായിരുന്നു, ഈ ഒരു സാധനം ഇത് ഒഴിവാക്കായിരുന്നു. അങ്ങനെയെങ്കിലും ഗേഡിന് ഇപ്പറ ഇരിക്കണോ? അല്ല, ഗേഡിന് ഇരുന്നോ? ബുക്ക് വായിക്ക, ആസ്വദിക്കും. ആദ്യമായിട്ട് വന്ദേ ഭാരതിലെല്ലാം കയറിയത്. ഇനി നമ്മൾ കയറൂല. ഇനി നമ്മൾ എമർജൻസി കേസുള്ളപ്പേ കയറുള്ളൂ, അല്ലാണ്ട് വന്ദേ ഭാരതിൽ എനിക്കില്ല. അപ്പൊ കേട്ടാ ഇപ്പറ ഇരുന്നോ? ബുക്ക് വായിക്കരുത്, ആസ്വദിക്കാൻ വേണ്ടി ഇപ്പറ ഇരുന്നോ. ശരി, 5-6 വയസ്സല്ല, ഒരു 30 വയസ്സ് കഴിഞ്ഞ്, അത്രേ ഉള്ളൂ. അതാ പ്രശ്നം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വെച്ച് ജസ്റ്റ് ഒന്ന് ബാത്റൂം നോക്കിയിട്ട് വരാമെന്ന്. അങ്ങനെ അവിടെ പോയി ഇതാ നമ്മൾ ഈ ഡോറുണ്ട്, അത് ഒന്ന് പ്രസ് ചെയ്ത് അത് ഓപ്പൺ ആവുന്ന കേട്ടോ. എന്നിട്ട് അവിടെ പോയപ്പോഴത്തേക്ക് തിരക്കുണ്ടായിരുന്നു. ഒന്ന് അവിടെ വെയിറ്റ് ചെയ്തു. നമുക്ക് അവിടെ ഇങ്ങനെ നടന്നൊക്കെ കളിക്കാം. ജസ്റ്റ് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഇത് ഈ ഡോറിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് ചാറ് നിൽക്കാൻ മാത്രം പറ്റില്ല, കാരണം ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ആ സമയത്ത് തുറക്കുമ്പോൾ നമ്മൾ തെറിച്ച് പുറത്തേക്ക് വീഴും. അവിടെ നമുക്ക് ഡോറിൻ്റെ അടുത്ത് അതൊക്കെ വന്ന് നിൽക്കുന്നത് നല്ല സേഫാണ്. നമുക്ക് പുറത്തൊക്കെ ഇങ്ങനെ നടക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. അത് നല്ല രസമായിട്ട് എനിക്ക് തോന്നി. ആൻഡ് ഇത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെയാണ് വിൻഡോ വരുന്നത്. നേരെയുള്ള ഒരു റെക്ടാങ്കിൾ വിൻഡോ. നല്ല രസമുണ്ട്. അതിലോട്ട് ഇങ്ങനെ കാഴ്ചകൾ കണ്ടു നിൽക്കാനും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് അത്യാവശ്യം നല്ല സ്പീഡിൽ പോകുന്നതുകൊണ്ട് നമ്മളിങ്ങനെ എന്താ പറയുക, നമുക്കൊരു ബാലൻസ് കിട്ടുന്ന പോലെ ഒരു അവസ്ഥയുണ്ട്. ആൻഡ് ഇതാണ് ഇതിൻ്റെ ബാത്റൂം. ഭയങ്കര വിശാലമായൊരു ബാത്റൂം. നമുക്ക് സ്ലൈഡായിട്ട് നമ്മൾ ഡോറ് തുറക്കാൻ പറ്റുന്നതാണ്. എന്നിട്ട് ലോക്ക് ചെയ്ത്, ഇതുപോലത്തെ ലോക്ക് ഉണ്ട്, ലോക്ക് ചെയ്ത് വെക്കുക. നേരെ തിരിയുമ്പോൾ ഇതാ നല്ല അടിപൊളി മിറർ. നല്ല രസമുണ്ട് കാണാൻ. ഒരു വലിയൊരു മിററാണ്, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഒരു നല്ലൊരു കളർ കോമ്പിനേഷൻ്റെ ഒരു വാഷ് ബേസ്. അത് പ്രസ് ചെയ്താൽ മാത്രമേ വെള്ളം വരുള്ളൂ, കൈ വെച്ചാലൊന്നും വരില്ല. പിന്നെ ഇവിടെ നമ്മൾ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാനിറ്റൈസറോ സോപ്പോ അങ്ങനെ എന്തെങ്കിലും ലിക്വിഡായിട്ട് അങ്ങനെ വരും. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്യാം. ഇനി നമ്മളിത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് കൈ മാറ്റിയാൽ മതി, തനിയെ അത് വാട്ടർ അവിടെ നിന്നോളും. ഒന്നും കൂടെ പ്രസ് ചെയ്താൽ പിന്നെയും വെള്ളം വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അതവിടെ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ തനിയെ അത് ഓഫായി പോയിക്കോളും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൈയൊന്ന് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഹാൻഡ് ഡ്രയർ ഉണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയും തുടക്കുകയോ പിടിക്കുകയോ ഒന്നും വേണ്ട, അതങ്ങ് ഹാൻഡ് അങ്ങ് ഡ്രൈ ആയി പോവും. പിന്നെയുള്ള സാധനം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ
അതാ ഇപ്പുറത്ത് വരുമ്പോൾ എന്തെങ്കിലും വേസ്റ്റോ പേപ്പർ വേസ്റ്റോ എന്തെങ്കിലും കാര്യങ്ങളോ നാപ്കിനോ അങ്ങനെയെല്ലാം ഇടാൻ വേണ്ടിയിട്ടൊരു വേസ്റ്റ് ഡബ്ബ ഉണ്ട് അതിൻ്റെ ഇടയിൽ. പിന്നെ നമുക്ക് ടിഷ്യൂ ഉണ്ട്, അതവിടെ ടിഷ്യൂ റോളുണ്ട്. പിന്നെ നമുക്ക് നമ്മളെ പ്രസ് ചെയ്യണം, വാട്ടർ ഇതിൽ വരണമെങ്കിൽ ഒന്ന് ഫ്ലഷ് ചെയ്യണമെങ്കിൽ അവിടെ പ്രസ് ചെയ്താൽ മതി. ഇത് വാക്യൂം ബേസ്ഡ് എന്തോ ടോയ്ലറ്റാണ്. അപ്പം നമ്മൾ സിഗരറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം ഒന്നും അതിലിടാൻ പാടില്ല, കുടുങ്ങിപ്പോവും. അപ്പം നമുക്കത് നല്ല അടിപൊളി ടോയ്ലറ്റാണ്. വെള്ളം അത് വാക്യൂം വലിച്ചെടുക്കുന്ന പോലെ വെള്ളം അങ്ങനെ വലിച്ചെടുത്തിട്ട് അത് ഡ്രൈ ആവും, ഓട്ടോമാറ്റിക്കലി അത് ഡ്രൈ ആവും, നനവൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ വലിയ അറപ്പൊന്നും ഉണ്ടാവില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ പുറത്തിറങ്ങി ഇതുപോലെ വലിയ വിൻഡോൻ്റെ അവിടെ നമുക്കിങ്ങനെ നിൽക്കാൻ പറ്റും കേട്ടോ. കാരണം ഈ ഒരു സൈഡിൽ ചെയറില്ല, അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ നിന്നിട്ട് കാഴ്ച കാണാൻ പറ്റും. ഇരുന്നും അടുത്തവർക്കാണെങ്കിലും ഇങ്ങനെ കുറേ സമയം നിൽക്കാമല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അഗിയേട്ടൻ അത് ആ സൈഡ് സീറ്റിലിരുന്ന് പിന്നെയും ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് നടന്നു. കാരണം നമ്മളൊന്ന് വന്ദേ ഭാരത് ഒന്ന് കണ്ട് തീരണമല്ലേ ഇതിൻ്റെ ഉള്ളിലത്തെ ഇതൊക്കെ. തൊട്ട് ഇവിടെ നിന്ന് നമുക്ക് ഫുഡൊക്കെ തരുന്നത്. ബാത്റൂം ഓപ്പോസിറ്റ് സൈഡായിരുന്നു, ഇതിൻ്റെ അപ്പുറം നമ്മൾ ലോക്കോ പൈലറ്റ് ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായേൻ്റെ സമയമായി. ഒരു 11:30 ആയപ്പോഴത്തേക്ക് 11 മണി അങ്ങനെ എന്തോ ആയപ്പോഴത്തേക്ക് നമ്മൾ ചായയോ കാപ്പിയോ എന്താ വേണ്ടത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ കാപ്പിയാണ് കേട്ടോ പറഞ്ഞത്, കാരണം എനിക്ക് ചായ വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് കാപ്പിയാണ്. പിന്നെ ഇതിലൊരു മസാല ടീ കൊടുക്കുന്നതെന്ന് അറിഞ്ഞത്, അതുകൊണ്ട് അതൊന്നും വലിയ ട്രൈ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കാപ്പി പറഞ്ഞു. ഞാൻ എല്ലാം കൂടെ അവിടെ ഇരുന്ന് സെറ്റ് ചെയ്യുക കേട്ടോ കാപ്പി. കാരണം ആദ്യം നമുക്ക് കാപ്പീൻ്റെ സാധനങ്ങൾ, അത് കാപ്പിപ്പൊടി, പാൽപ്പൊടി, പിന്നെ പഞ്ചസാര, പിന്നെ ഒരു സ്റ്റിയർ ചെയ്യാൻ, പിന്നെ ഒരു ഗ്ലാസ്, ഇതൊക്കെയാണ് തരിക. ഇതൊക്കെ ഇട്ടിട്ട് വേണം നമുക്ക് പൊട്ടിച്ചിട്ടിട്ട് വേണം ലാസ്റ്റാണ് വെള്ളം തരിക. അപ്പോൾ അഗേട്ടനും കാപ്പി തന്നെയാന്ന് പറഞ്ഞാൽ അഗേട്ടൻ പറഞ്ഞാൽ എനിക്കും കാപ്പി മതി എന്ന് പറഞ്ഞിട്ട് ഏട്ടനും അങ്ങനെ തന്നെ പറഞ്ഞ്. അതിലെന്തെല്ലാം പറയാറ് ക്രീം ആയിട്ടുള്ള പൊടി, ഷുഗർ, പിന്നെ ഒന്ന് ഒരു ഇത് സ്റ്റിയർ ഇളക്കാൻ. വെള്ളം കൊണ്ട് തന്നില്ല കേട്ടോ, ആദ്യം കൊണ്ടുതരും. ഓക്കെ, ഞാൻ അപ്പോഴത്തേക്ക് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് അവർ വെള്ളം കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഇതൊക്കെ മിക്സ് ചെയ്തു. അഗേട്ടൻ പാൽപ്പൊടിയും പഞ്ചസാരയും മാത്രം ഇട്ടിട്ട് അങ്ങ് മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ. കാരണം എനിക്ക് കോഫിയിൽ ആദ്യം ഇതെല്ലാം ഒന്നും കൂടെ ആഡ് ചെയ്യുന്നതിനും കാട്ടിയും ഇതൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് പാകമായിട്ട് വരും. അപ്പോൾ അവർ വന്നിട്ട് നല്ല ചൂടുവെള്ളം അവരെന്നെ അങ്ങ് ഒഴിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ടേസ്റ്റ് ഉണ്ടോ? അയ്യോ, ഒരു എനിക്ക് ഒന്ന് ഒരു ഇത് ഗ്ലാസ്സിന് 2 ഗ്ലാസ്സിന് ഒരു പാക്കറ്റ് മതി. അറിയില്ലല്ലോ, ഞാൻ വെച്ച് ഒരു ഗ്ലാസ്സിനുള്ള ഇത്രയും കടുപ്പമായിട്ട് വെച്ചിട്ടില്ല. ഭയങ്കര കഴിക്കില്ല, കുറച്ച് പാല് വെച്ച് സെറ്റാവുക. ചോക്ക് കുഴപ്പമില്ല, ചോദിച്ചു നോക്കാമല്ലേ. എന്നാൽ വരുമ്പോൾ ഒരു മിൽക്കിൻ്റെ പൗഡർ ആയിരുന്നു കഴിക്കാം, ഭയങ്കര കഴിപ്പ്. അങ്ങനെ കാപ്പിക്ക് നല്ല കടുപ്പം കൂടിയപ്പോഴത്തേക്ക് ഒരു പാൽപ്പൊടിയും കൂടി അങ്ങ് വാങ്ങിച്ചിട്ടു. അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ചോദിച്ചപ്പാണ്ട് അങ്ങ് തന്നു. അത് വാങ്ങിച്ചിട്ടിട്ട് ഒന്ന് സ്റ്റിയർ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ കടുപ്പം കറക്റ്റായി. നല്ല കടുപ്പായിരുന്നു, ശരിക്കും കുറച്ചിട്ടാൽ മതിയായിരുന്നു. ഒരുപാട് ഇട്ടപ്പോഴത്തേക്ക് നല്ലോണം കടുപ്പം കൂടി. അപ്പോൾ ഇനി വന്ദേ ഭാരതത്തിൽ പോകുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, കാപ്പിയൊക്കെ ഇതുപോലെ കുടിക്കുമ്പോൾ പൊടി ഉണ്ടെങ്കിൽ ലേശം ഇടുക, അതനുസരിച്ച് നമ്മൾ പിന്നെ ഇട്ടാൽ മതി. കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ പാക്കറ്റ് ഇട്ടിട്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇരിക്കുന്നതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരു സ്ക്രീൻ ഉണ്ടായിരുന്നു, അവിടെ എല്ലാം എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ട്രെയിൻ എവിടെ എത്തി, എവിടത്തേക്കാണ്, എത്ര കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട്, ഏത് സമയത്തിന് എത്തും, ഇപ്പോൾ ഏത് സ്പീഡിലാണ് പോകുന്നത്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ആ ഒരു സ്ക്രീനിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ സ്ക്രീനിൽ പോയിട്ട് നോക്കിയാൽ മതി, ചെക്ക് ഔട്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങ് മനസ്സിലാവും. അങ്ങനെ നമ്മൾ പോയി ഇതാ നമ്മൾ എവിടെ എത്താറായി, കോഴിക്കോട് എത്താറായി ഒന്ന്.
ഇതുപോലെ ഇങ്ങനെ പാലം വരുമ്പോൾ ടേണിങ് വരുമ്പോൾ അപ്പം എല്ലാം നല്ല മെല്ലെ ആട്ടോ വന്ദേ ഭാരത് പോകുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് ഒരുപാട് ട്രെയിൻ അങ്ങ് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. ഇത് പോയി കഴിഞ്ഞിട്ടല്ലേ പോവുള്ളൂ. വന്ദേ ഭാരത് വന്നപ്പം ഒരു പ്രശ്നം, ഒരു നെഗറ്റീവ് ഇതായത് ബാക്കിയുള്ള ട്രെയിൻസിൻ്റെ സമയം ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം നമ്മളൊക്കെ എറണാകുളത്ത് പോകുന്നതുകൊണ്ട് ഒരുപാട് ട്രെയിൻസ് അങ്ങ് യൂസ് ചെയ്യുന്നതല്ലേ. പ്രത്യേകിച്ച് വന്ദേ ഭാരത് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ നോർമൽ ട്രെയിൻസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയം ടൈം വേഗം എത്തും, മീൻസ് വന്ദേ ഭാരത് നേരത്തെ എത്തുന്നതുകൊണ്ട് ബാക്കിയുള്ള ട്രെയിൻ മുഴുവൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഈ ചൂട് സമയമെല്ലാമാകുമ്പോൾ അങ്ങനെ ട്രെയിന് പോയി നമ്മൾ കോഴിക്കോട് എത്താറായപ്പോൾ കോഴിക്കോട് എത്തി. കോഴിക്കോട് ഇനി 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ കണ്ണൂർ എത്തും. 8:30 നമ്മളെ നോർത്തിൽ നിന്ന് കയറിയിട്ട് 12:30 കറക്റ്റ് 12:30 ആകുമ്പോഴാണ് നമ്മൾ കണ്ണൂർ എത്തുന്നത്. പിന്നെ നല്ലോണം വെയിലുണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലൊരു കേർട്ടൻ ഉണ്ട്, അത് താഴത്തേക്കൊന്ന് വലിച്ചാൽ മതി. അത്യാവശ്യം സൺ പ്രൊട്ടക്ഷൻ നമുക്ക് നേരിടാൻ പറ്റും. ഒരു കേർട്ടൻ ടൈപ്പ് പോലെയാണ്, പക്ഷേ നമ്മളെ സൈഡിൽ സൺ ഉണ്ടായിരുന്നില്ല, അപ്പുറത്തെ സൈഡിലായിരുന്നു വെയിലടിക്കുന്നുണ്ടായിരുന്നു. അത് നമുക്ക് അത്രയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു കേർട്ടൻ അത്യാവശ്യം പ്രൊട്ടക്ഷൻ തരുന്നുണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഗൈസ് നമ്മൾ കണ്ണൂർ എത്താറായി. തലശ്ശേരി കഴിഞ്ഞിട്ടേ ഉള്ളൂ. കാമണിക്കൂറുണ്ട്. അപ്പം കണ്ണൂരെത്തിയിട്ട് കാണാം. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഒരുക്കി. അപ്പത്തേക്ക് ഇതെൻ്റെ അമ്മ പണ്ട് 4th സ്റ്റാൻഡേർഡിൽ നിന്ന് കിട്ടിത്തരുന്ന ഹെയർ സ്റ്റൈല്. ഇങ്ങനെയുണ്ട്, ഇഷ്ടമായ പണ്ട് ഇത്ര ഷോർട്ട് മുടിയാകുമ്പോൾ അമ്മ ഇങ്ങനെ എടുത്തിട്ടാണ് കെട്ടിത്തരുന്നത്. ഇഷ്ടമായ കേട്ടാ? എനിക്ക് ആ ഒരു നൊസ്റ്റാൾജിക് ഫീൽ വന്നു. പെട്ടെന്ന് മുടി കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ടപ്പോഴത്തേക്ക് എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ആ ഒരു ഹെയർ സ്റ്റൈല് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. അപ്പം എനിക്ക് കണ്ടുവരെത്തിയിട്ട് കാണാം. നിങ്ങളുടെ എല്ലാ സാധനങ്ങളും നിങ്ങളുടെ കൈവശമുള്ളതായി ദയവായി ഉറപ്പാക്കുക. വാതിലുകൾ തുറക്കുന്നു. दरवाजे खुल रहे हैं. വണ്ടി ഇടാം. നടക്ക. ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്തതിന് നന്ദി. അങ്ങനെ നമ്മളെ നാട്ടിലെത്തിയല്ല കേട്ടാ. എങ്ങനെയുണ്ടായിരുന്നു വന്ദേ ഭാരത് എക്സ്പീരിയൻസ്? നമ്മൾ ഫസ്റ്റ് ബോഗിയിലായിരുന്നു, ഒരു കുഞ്ഞു ബോഗിയായിരുന്നു. ട്രെയിന് പോവാന്നുണ്ടോ, ഒരു 10 മിനിറ്റ് നിർത്തിയിട്ടുണ്ടാവും അല്ലേ? 10 മിനിറ്റ് നിർത്തിയിട്ടില്ല, 5 മിനിറ്റ് കൊണ്ട് അങ്ങ് ഓടി ഇറങ്ങണം. അപ്പം എൻ്റെ അമ്മ ഇവിടെ എന്തൊരു ചൂടാ അറിയോ.
എറണാകുളത്ത് ഇത്രയൊന്നും ഇല്ല കേട്ടോ. കണ്ണൂരക്കാരെ സംഭവിക്കണം കൂടുതൽ. ഇനി നമ്മൾ നേരെ ബസ് കയറിയിട്ട് വീട്ടിലേക്ക് പോട്ടെ കേട്ടോ. അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ കണ്ണൂരിൽ ബസ് കയറി. കുറേ നാളെ ബസ്സിലെല്ലാം പോയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇത് സൽസാബിയിൽ ബസ്സല്ലേ, അത് പുതിയതാക്കിയതാണ്. അപ്പം വളവട്ടനെത്തി, വേഗം എത്തി. വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു. നട്ടുച്ച സമയമായിരുന്നു, 12:30 1 മണി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബ്ലോക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് വേഗം തന്നെ എത്തി. നമ്മൾ പാപ്പിനിശ്ശേരി ഇറങ്ങി. പാപ്പിനിശ്ശേരിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല, പ്രത്യേകിച്ച് ഈ ഹൈവേയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല കേട്ടോ. നിശ്ചയം നമ്മൾ മിഠായിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കണ്ണൂരിൽ നിന്ന്, ഷീനിന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഓട്ടോ കയറിയിട്ട് പോയി. കാരണം നല്ല വെയിലത്ത് നടക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഓട്ടോ കയറി പോയപ്പോഴത്തേക്ക് ഇവിടെ എത്തുമ്പോഴത്തേക്കും നമ്മൾ റോഡ് അടച്ചിട്ടുണ്ടായിരുന്നു. റോഡിൻ്റെ പണി കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ സൈഡിൽ തന്നെ, അടച്ച റോഡിൻ്റെ കുറച്ച് ഇപ്പുറം തന്നെ ഒരു ഓപ്പണിംഗ് ഉണ്ടായിരുന്നു, നടക്കാനും ഇതുപോലെ വണ്ടി പോകാനും. പിന്നെ ഇങ്ങോട്ടെല്ലാം വലിയ ലോറിയെല്ലാം പോകും, പക്ഷെ എന്നാലും അത്യാവശ്യം സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ പണി നടന്നുകൊണ്ടിരിക്കുകയല്ലേ, നടന്നു കഴിയുമ്പോഴത്തേക്ക് ആയി എന്താ അവസ്ഥ എന്നറിയില്ല. വേഗം ആവുമായിരിക്കും, നമുക്ക് നോക്കാം. ഇങ്ങനെ കുലുങ്ങി അങ്ങ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല, ഈ പ്രാവശ്യം വരുമ്പോൾ മാറി. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്താവുമെന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അടിപൊളിയായിട്ട് വന്നു നമ്മളങ്ങനെ വീട്ടിലെത്തി. നേരത്തെ ഇറങ്ങിയതാ? ഒന്ന് സ്റ്റൈലിഷ് ആയതപ്പോ കുറച്ച് മുടി എങ്ങനെ ഇച്ചു നിന്റെ അടുത്ത് മിഠായി ഉള്ളോണ്ടല്ലേ. കിൻഡർ ജോയ് കൊണ്ടുവന്നതിന് നിച്ചു, കിൻഡർ ജോയ് കൊണ്ടുവന്നതിന്. മനസ്സിലായിട്ടില്ല, തെളിഞ്ഞിട്ടില്ല ഒന്ന്. മെലിന് മുടി കണ്ടയച്ചു. തിരിച്ചു കണ്ടവിടെ ഒന്ന് ആരോ പോലെ ഉണ്ട്, എന്നെ കളയെ ചീത്തന്ന് ആരോ പോലെ ഉണ്ട്. ഓളെന്തിനാ ഇങ്ങനെ ചെയ്തേ? കിൻഡർ ജോയ് വേണ്ടേ? കിക്കാറ്റ് വേണ്ടേ? ഹലോ. അപ്പം നമ്മൾ നേരത്തെ വീട്ടിലെത്തി. ഫുഡെല്ലാം കഴിഞ്ഞ് കുറേ സമയം അച്ഛനും അമ്മയും എല്ലാവരും ആയിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുന്നു. ഡ്രസ്സ് പോലും മാറാൻ വിട്ടു കേട്ടോ. കാരണം കഴിഞ്ഞ മാസം വന്നിട്ട് പോയിട്ടേ ഉള്ളൂ, പക്ഷെ കുറേ നാളെന്തോ വരാത്ത പോലെ തോന്നി. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെയും നമ്മളെ നാട്ടിലേക്ക് വരുമ്പോൾ വേറെ തന്നെ നമുക്കൊരു ഹാപ്പിനെസ് ആണല്ലോ. നിച്ചു ഉണ്ട്. നിച്ചുവിന് ഇഷ്ടമായ വലി വന്നിട്ട്? നിച്ചുവിന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ വലി കുറുമ്പ.
അപ്പം ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ വന്ദേ ഭാരതിൽ കയറിയ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു തവണയെങ്കിലും കയറിയാൽ മതി. അത് നമ്മൾ അനുഭവിക്കണമല്ലോ ഒറ്റൊരു തവണ. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. അപ്പം എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ദിവസം നാട്ടിലുണ്ടാവും. ഈ നാട്ടിലുള്ള വ്ലോഗ്സ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതിലേക്കും ഇറ്റ്സ് സ്റ്റിൽ ദാൻ ബൈ ഫ്രം ആദ്ര അഖിൽ. ബൈ ബൈ. ബൈ ബൈ പറ.